വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സ്കൂട്ടറിൽ ഒറ്റയ്ക്കൊരു യാത്ര പോയി മലപ്പുറത്തുകാരി ഹിബ സമദ്. അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു അത്. പേടിയോ വേറെ പണിയൊന്നുമില്ല എന്നാണ് ഇത് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നൽകുന്നത്. സോളോ ട്രിപ്പുകൾ നടത്തുന്ന കാലമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര പോയി ചെയ്യുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. യാത്രകളെ ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ധാരാളം യാത്ര ചെയ്യണം. പലതും അള്ളാഹുവിനെ കുറിച്ച് ദൃഷ്ടാന്തങ്ങൾ നൽകുന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ അത് മനുഷ്യനെ പഠിപ്പിക്കുന്നതുമാണ്. ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു, ഹൃദയത്തിന് നല്ല വിശാലതകൾ ലഭിക്കുന്നു. ഇത്തരം നിരവധി കാരണങ്ങളെ കൊണ്ട് ഇസ്ലാം യാത്രകളെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ യാത്രക്ക് നിരവധി മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒറ്റക്കുള്ള യാത്ര. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് രാത്രിയിലുള്ള ഒറ്റക്കുള്ള യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ എടുത്തു പറഞ്ഞത് തന്നെ കാണാം. ലൗ യഅലമുന്നാസു മാ ഫിൽ വഹദതി മാ സാറ റാകിബും ബില്ലൈൽ. രാത്രിയിൽ ഒറ്റക്ക് സഞ്ചരിക്കുന്നതിലുള്ള വിഷമങ്ങൾ ആളുകൾ അറിയുകയാണെങ്കിൽ ഒരു യാത്രക്കാരനും രാത്രി ഒറ്റക്ക് യാത്ര ചെയ്യൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒറ്റക്കുള്ള യാത്രയിൽ തന്നെ ധാരാളം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലും വിജന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ധാരാളം വിഷമങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സോളോ ട്രിപ്പിനെ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിദൂര യാത്രകൾ, പ്രത്യേകിച്ച് രാജ്യങ്ങളും കോണ്ടിനെന്റുകളൊക്കെ വിട്ടുകടന്നുള്ള യാത്രകളൊക്കെ കറാഹത്താണ് എന്ന് പറയേണ്ടി വരികയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കുള്ള യാത്രകൾ ഇങ്ങനെ നിരവധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് നടന്നു പോകുക എന്നൊരു ട്രെൻഡ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ട്രെൻഡിങ് ആയി മാറിയ ഒരു ലേഡിയാണ് സന അൻസാരി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാൽനടയായിട്ട് സൗദി അറേബ്യയിലേക്ക് പോവുക എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സോളോ ട്രിപ്പ് നടത്താൻ ഒരിക്കലും ഇസ്ലാമിൽ അനുമതിയില്ല. ഇസ്ലാമിക നിയമത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല. ഒരു സ്ത്രീ യാത്ര പോകണമെങ്കിൽ അവളുടെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ ഉപ്പയോ മകനോ സഹോദരനോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവോ അവളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് കുറേ സ്ത്രീകൾ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തെ മാനിക്കാത്തത് കൊണ്ടായിരിക്കാം. മുസ്ലിം വിശ്വാസം വെക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് എൻ്റെ വാക്കുകൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ കണ്ടതുപോലെ അജ്മീറിലേക്കായാലും ഇനി മക്കയിലേക്ക് തന്നെയായാലും മദീനയിലേക്ക് തന്നെയായാലും ഇസ്ലാമിൻ്റെ വിധിയിൽ വ്യത്യാസമൊന്നുമില്ല. യാത്ര, ഹലാലായ യാത്രകളെക്കുറിച്ചാണ് ഇതുവരെയും ഞാൻ പറഞ്ഞത്. ഹറാമായ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ടതില്ലല്ലോ. ആ യാത്ര തന്നെ ഹറാമാണ്. പിന്നെ അതിൽ വരുന്ന മര്യാദകൾ നമ്മൾ ഒരിക്കലും പറയേണ്ടതില്ല. അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വളരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.